Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിവേപ്പില ചിക്കന്റെ റെസിപ്പിയാണ്. കറിവേപ്പില ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഓഡിയൻസിനും ഈ റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലത്തെ ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ റെസിപ്പികൾ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഗൈസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി സ്റ്റവ് ഓൺ ആക്കിയതിനു ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ഇന്ന് ഈ റെസിപ്പിക്ക് ആവശ്യമായുള്ള ഹോൾ സ്പൈസസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10 മുഴുവൻമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവൻമല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5 ഏലക്കായ, 5 കരയാമ്പു, 2 ചെറിയ ബേ ലീഫ്, ഒരു മീഡിയം സൈസിലുള്ള കറുവാപ്പട്ട. ഇതിൽ നിന്നും ഹോൾ റെഡ് ചില്ലി ആദ്യമിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഹോൾ റെഡ് ചില്ലി റോസ്റ്റായി കിട്ടാനായിട്ട് ബാക്കി സ്പൈസസിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം ഇടുന്നത്. ഹോൾ ചില്ലി ഏകദേശം നമ്മളൊരു 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിൽ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടെ പാനിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്കി സ്പൈസസ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 10 കറിവേപ്പില നമുക്ക് ഇട്ട് ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് 10 കറിവേപ്പിലയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കറിവേപ്പിലയുടെ ഇതള് ചെറുതാണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ളത് 12 14 ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമ്മൾ സിമ്മറിലാണ് ഇട്ടിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കറിവേപ്പില കൈകൊണ്ട് പിടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് നിർത്തേണ്ടത്. നമ്മളുടെ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മളുടെ ഈ സ്പൈസസ് എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഗൈസ്, നമ്മളുടെ സ്പൈസസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഒത്തിരി പൗഡറായിട്ട് നമ്മൾ പൊടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തരി തരിയായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്. അടുത്തായി നമുക്ക് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 പിടി കാഷ്നട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തി കഴിയുമ്പം ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി സെയിം പാനിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, ചെറുതായി കട്ട് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ജിഞ്ചറും ഗാർലിക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളർ എത്തി കഴിയുമ്പോൾ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 2 സവോള, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നിന് ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 1.5 തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഒനിയനും ടൊമാറ്റോയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ നമുക്കിതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ പകുതിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാനാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാനിൻ്റെ ലിഡ് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ കുക്ക് ചെയ്തത്. നമ്മളെപ്പോഴും ചിക്കൻ കവർ ചെയ്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുമാതിരി ചിക്കനകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും. അടുത്തായിട്ട് നമ്മളുടെ ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഹൈയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കനകത്തുള്ള വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടുത്ത സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള സ്പൈസസും കൂടെ നമുക്ക് ചിക്കനിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്ത കശുവണ്ടിയും കൂടെ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഗൈസ് നമ്മൾ ചിക്കൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി കാണാൻ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. അതുമാതിരി തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗൈസ് നമ്മളെ കറിവേപ്പില ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. മീറ്റ് നല്ല ടെൻഡർ ആയിട്ട് തന്നെയാണ് കുക്കായി കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലേവർ ആണ്. നല്ല അടിപൊളി ഫ്ലേവർ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ഹോൾ സ്പൈസസ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഇതുമാതിരത്തെ റെസിപ്പികൾ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈ സീ യു വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.